അയോധ്യാകാന്ഡം. ഭരതരാമ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമവ വാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടു കൊണ്ടിനീ വൈകാതെ ചെയ്ക വേണമഭിഷേകവും പാലനം. ചെയ്ക രാജ്യം തവ പ്രൈത്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമ നാദപ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതുദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാധായ ഭക്തി പൂണ്ടിത്തമവാമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു. പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനോത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ, യക്തോയുക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്താമായി പുനരൈന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താതനി യോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ. രാമവാക്യം കെട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ. മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസാമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയോ മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിന്നേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലോ മതിഭീതി പൂണ്ടിടുമ സത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ. വിദ്യയാമായാമനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവാൻ കാനനത്തിനരുതെങ്കിൽ ചേരുവാൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേമാത്മനി നിശ്ചയിച്ചന്തികെ. ഗർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൂക്കൂ ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സജ്ഞയാ ചൊന്നാൻ. ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീ സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടലോ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം. നൃപാത്മജാം രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവാനർത്തിക്ക കാരണം.
ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലത്ന ജനനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷനായി യുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൂക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയുമീരേഴു സംവത്സരാവധൗ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും. ചിത്തെ വളർന്നൊരു വിസ്മയം കൈകൊണ്ടു ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്രേ രാജ്യായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവ. മേതാവ ദേവാനരദം ഭജിച്ചിടുവാൻ ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ. പൊൽത്താരടിക്കളിൽ ചേർത്താമെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമ രത്നാവിഭൂഷിത പാതുകാമുത്തമാങ്കോ ചേർത്തു രാമാ നരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്നുബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ. അന്യദിവസം മുഷസി ജ്വലിപ്പിച്ചു അഗ്നിയിൽ ചാടി മരിക്കുന്നുണ്ടതല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ പോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതീനങ്ങു ഞാൻ എന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദിനെ കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധീപനായ ഗുഹനെയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയി താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദനെ നാലംഗ പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പൂക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചാനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേനെ വസിച്ചതെല്ലാവരും. രാമ 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 സീതാപദേ രാമ.